യാത്ര പറഞ്ഞിട്ട് വരാം. യാത്ര പറഞ്ഞോളൂ എല്ലാവരോടും. അങ്ങനെ നമ്മുടെ മുഷിഞ്ഞ് ബിഗ് ബോസ് നിന്ന് ഇറങ്ങിപ്പോണ രംഗാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. വല്ലാത്തൊരു ഇറങ്ങിപ്പോക്കായി. വേറെ വല്ലവരാണെങ്കിൽ ഇപ്പൊ കരഞ്ഞ് മെഴുകി മൂക്കളൊക്കെ ഒലിപ്പിച്ചിട്ടേ പോവുള്ളൂ. അതിനുള്ള സമയമൊക്കെ ഉണ്ട്. ഇനി അവിടെ ഉള്ള കുറെ ആൾക്കാരുണ്ടല്ലോ, ഓലൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ എന്തായാലും ബിഗ് ബോസ് സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡുകളൊക്കെ കഴിഞ്ഞു. ഒരാൾ അവിടുന്ന് ഓടിപ്പോയി. ആരാ? മുൻഷി. ഇയാള് കരുതി ഇവിടെ ഒരു അച്ഛനായിട്ട് ജീവിക്കാന്ന്. പക്ഷെ പ്രേക്ഷകരെടുത്ത് വെളിയിൽ കളഞ്ഞു. സത്യസന്ധമായ എവിക്ഷനായിരുന്നു. അല്ലെങ്കിലും ഇയാളൊന്നൊരു കുന്തവും ചെയ്യില്ല അവിടെ. ഈ എവിക്ഷന് മുന്നേ ലാലേട്ടൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെ നിൽക്കാൻ അർഹനാണെന്ന്. അതിനുള്ള കാരണം എന്താന്ന്. അപ്പൊ അയാൾ കൊടുത്ത മറുപടി ഒന്ന് കാണാം. ആണല്ലേ? എന്താ അങ്ങനെ തോന്നാൻ കാര്യം? കാരണം ഞാനിവിടെ വന്നിട്ടുള്ളത് എന്റെ ഒരു നിലപാടുകളിലൂടെ വളരെ ജെന്യൂനായിട്ടാണ് ഇതുവരെ നിന്നിട്ടുള്ളത്. അതെ, എല്ലാവരോടും. എന്ത് നിലപാടിലൂടെ? വെറുതെ കൂടെ മൊണ്ണമാരി നടക്കണോ? അതാ നിലപാട്? ഇയാൾ അവിടെ ആകെ 2 വർത്താനം പറഞ്ഞിരിക്കണ റെന ഫാത്തിമാൻ്റെ മാത്രമാണ്. അതിന് ഓള് ചുട്ട മറുപടി അപ്പം തന്നെ കൊടുത്തു. അത് കൊടുക്കാൻ അത് കഴിഞ്ഞു. പിന്നെ ഇയാളെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ആ കിച്ചണിൽ കൂടെ ആയിക്കൂടെ ഇതിൽ കൂടെ തിരിഞ്ഞ് നടക്കണുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനേ. എന്തായാലും ഔട്ടായി എന്ന് പറഞ്ഞപ്പോൾ അയാൾ അവിടുന്ന് ഇറങ്ങി ഓടുന്ന ഒരു രംഗമുണ്ട്. അതൊന്ന് കാണാം. ഇയാൾ ഇവിടുന്ന് ഇറങ്ങി ഓടിയത് സങ്കടം കൊണ്ടൊന്നല്ല, അത് ദേഷ്യം കൊണ്ട് തന്നെയാണ്. അത് ആ മോന്തയിൽ എഴുതി വെച്ചുക്കുന്നു. അയാളെന്താ മനസ്സിൽ കരുതിയെന്നറിയോ? ഈ പന്നകളെല്ലാവരും കൂടിയിട്ട് എന്നെ നോമിനേഷനും ചെയ്തു, എന്നിട്ട് പിന്നെ ഇനി ഓലെ കെട്ടിപ്പിടിച്ച് കരയുമാണ്. എനിക്കൊന്നും പറ്റാ, ഞാൻ പോവുകയാണ്. പിന്നെ ബിഗ് ബോസിനോട് കൊല ഗാണ്ടിലിറക്ക് മോനെ കൊല്ലാമ വിടാൻ മാട്ടെ. എന്നെ വെറുതെ വിളിച്ചു വരുത്തി മുടിയും പട്ടാൻ പറ്റൂല, താടിയും പഠിച്ചാൻ പറ്റൂല, പഴയ ഡ്രസ്സ് ഉടിപ്പിച്ചിട്ട് ഇങ്ങനെ നടത്തിയിട്ട് എന്നെ അപമാനിച്ചു വിടുന്നോ? ഞാനിനി ഒരു മിനിറ്റ് ഇവിടെ നിൽക്കൂല. അങ്ങനത്തെ ഒരു മുഖഭാവമായിരുന്നു. അല്ല, അഹംഭാവം. അമ്മാതിരി പോക്കല് പോയേ, വാണമുട്ടമാരി പോയിന്ന്. എന്തായാലും മുൻഷിപ്പ ശരിക്കും മുഷിഞ്ഞ് ഇറങ്ങിയാണ് പോയി. ഇനിയുള്ള ആൾക്കാരും ഇങ്ങനെ അഹംഭാവത്തോടെ ഇറങ്ങിപ്പോകുമോ അതോ കരഞ്ഞു മഴുകി പോകുമോ എന്നുള്ളത് നമുക്കിനി വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.